എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, സ്കൂളെല്ലാം തുറന്നില്ലേ? പുതിയ ഫ്രണ്ട്സിനെല്ലാം കിട്ടിയോ? പുതിയ ടീച്ചേഴ്സ് എല്ലാം വന്നോ? ഡെമിലിയ, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? കിട്ടിയല്ലോ. അവരുടെ പേരെന്താ? അനുഗ്രഹ, ലിയാൻ, പിന്നെ കുറെ പേരുണ്ട്. ക്രിസ്റ്റീനയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരെന്താ? എസ്ര, ജോവാന, അസ്വ. ഇവരാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെയും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് സ്കൂളില്. ക്രിസ്റ്റീന, നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? നോക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടാലോ? കരടിക്കുട്ടന്റെ പേരെന്താ? ആമി. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? കുറുപ്പമ്പടി. ഓന്തിന്റെയോ? ആൽബർട്ട്. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? കുറ്റിക്കാട്. തത്തമ്മയുടെ പേരെന്താ? ക്രിസ്റ്റീന. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? മഞ്ചാടിക്കാട്ടിൽ നിന്ന്. താറാവിന്റെയോ? റിസ് ആന്റണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? ആലപ്പുഴ. നമുക്ക് കഥ കേട്ടാലോ? യേശുവിന്റെ അന്ത്യ അത്താഴത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്കിന്ന് ആ കഥ കേൾക്കാം. യേശുവിന്റെ അന്ത്യ അത്താഴം എന്ന് പറഞ്ഞാൽ യേശു അവസാനമായി ഭക്ഷിച്ച അത്താഴത്തെയാണ് അന്ത്യ അത്താഴം എന്ന് പറയുന്നത്. യഹൂദരുടെ പ്രധാന തിരുനാളിന്റെ സമയമായിരുന്നു. യഹൂദരുടെ പ്രധാന തിരുനാളിന് എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിൽ പോകുന്ന പതിവുണ്ട്. അതിനായി യേശുവും ശിഷ്യന്മാരും മാതാവും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അവിടെ അവർ പെസഹ ആചരിക്കും. എന്തിന്റെ ഓർമ്മയാവും? പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ്. പെസഹ ആചരിക്കുന്നത് പണ്ട് ഇസ്രയേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിലായിരുന്ന സമയത്ത് മൂശ ഇസ്രയേൽക്കാരെ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം പെസഹ ആചരിക്കുന്നത്. അങ്ങനെ പെസഹ ആചരിക്കുന്നതിനായി ഈശോയും ശിഷ്യന്മാരും എല്ലാവരും അവിടെ അവരുടെ ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ ഒത്തുകൂടി. പെസഹ എന്നാൽ കടന്നുപോകലാണെന്ന് നാം പറഞ്ഞില്ലേ? യേശുവിന്റെ ജീവിതവും കടന്നു പോകാൻ സമയമായെന്ന് യേശു തിരിച്ചറിഞ്ഞിരുന്നു. അതിനായി യേശു തൻ്റെ കൽപ്പന ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ നിശ്ചയിച്ചു. അതിനുവേണ്ടി യേശു ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തൻ്റെ അരയിൽ ഒരു തുണിയും കെട്ടി ശിഷ്യന്മാരുടെ എല്ലാം കാലുകൾ കഴുകുവാൻ തീരുമാനിച്ചു. ഒരു ഗുരുവും ഇതുവരെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ടില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ആലോചിച്ചു, യേശു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. യേശു ഇവിടെ ആലോചനയൊന്നും ഗവനിക്കാതെ എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി അരയിൽ കെട്ടിയ തൂവാല കൊണ്ട് അവരുടെ കാലുകൾ തുടച്ചു. പത്രോസിന്റെ അടുക്കൽ എത്തിയപ്പോഴേക്കും പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങ് എൻ്റെ കാലുകൾ കഴുകരുത്. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, നിന്റെ കാലുകൾ ഞാൻ കഴുകിയില്ലെങ്കിൽ നീ എൻ്റെ ശിഷ്യനല്ല. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, എങ്കിൽ ഗുരു, നീ എൻ്റെ കാലുകൾ മാത്രമല്ല എന്നെ പൂർണ്ണമായി കഴുകണമേ എന്ന്. അപ്പോൾ യേശു പത്രോസിനോട് മറുപടി പറഞ്ഞു, നീ പെസഹ ഭക്ഷിക്കുന്നതിനായി ശുദ്ധനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ നിന്റെ കാലുകൾ കഴുകിയാൽ മതിയായിരിക്കും. അങ്ങനെ യേശു എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി തൂവാല കൊണ്ട് അവരുടെ കാലുകൾ തുടച്ചു. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം. നിങ്ങളിൽ നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. യേശു അതിനോടൊപ്പം അവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹം കണ്ട് ലോകം തിരിച്ചറിയണം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരുന്നുവെന്ന്. യേശു ഇവരെ ഈ പുതിയ സ്നേഹത്തിന്റെ കൽപ്പന പഠിപ്പിച്ചതിന് ശേഷം അത്താഴമേശയിൽ ഇരുന്നു. ശിഷ്യന്മാരും യേശുവിൻ്റെ കൂടെ അത്താഴമേശയിൽ ചുറ്റും ഇരുന്നു. യേശു എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്നത്തേക്ക് വേണ്ട ഭക്ഷണം തന്നതിന് അങ്ങേക്ക് നന്ദി. പിന്നീട് യേശു അപ്പമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ ആശീർവദിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. നിങ്ങൾ കൂടുമ്പോഴെല്ലാം ഇതെൻ്റെ ശരീരമാണ് എന്ന് ഓർത്തു വേണം ഭക്ഷിക്കുവാൻ. പിന്നീട് യേശു പാനപാത്രം എടുത്തും പ്രാർത്ഥിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ ഇതിൽ നിന്നും ഭക്ഷിക്കണം. യേശു അപ്പം എടുത്ത് വീഞ്ഞിൽ മുക്കി ശിഷ്യന്മാർക്ക്
ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരവും രക്തവുമാണ്, നിങ്ങളിത് ഭക്ഷിക്കണം. അവസാനം യേശു ഒരപ്പം വീഞ്ഞിൽ മുക്കി യൂദാസിനും നൽകി. യൂദാസായിരുന്നു യേശുവിനെ ഒറ്റുകൊടുക്കാനായിരുന്ന ആ 12 പേരിൽ ഒരു ശിഷ്യൻ. യേശു യൂദാസിന് അപ്പം കൊടുത്തതിനു ശേഷം യൂദാസിനോട് പറഞ്ഞു, നീ അപ്പം ഭക്ഷിച്ചതിനു ശേഷം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുക. ഏത് ദൗത്യമാണെന്ന് മറ്റു ശിഷ്യന്മാർക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷേ യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു യൂദാസാണ് തന്റെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കാനിരിക്കുന്ന ആ ഒരു ശിഷ്യൻ എന്ന്. അത്താഴം ഭക്ഷിക്കുന്നതിന് മുൻപേ യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ഭക്ഷിച്ച ഉടനെ തന്നെ യൂദാസ് അത്താഴമേശയിൽ നിന്നും എഴുന്നേറ്റ് തന്റെ ദൗത്യം നിറവേറ്റുന്നതിനായി പോയി. എല്ലാവരും അത്താഴമേശയിൽ നിന്ന് അത്താഴം കഴിച്ചതിന് ശേഷം യേശു എന്നും പ്രാർത്ഥിക്കാൻ പോകാറുള്ള ഗെത്സമേൻ തോട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യേശു അവസാനമായി ഭക്ഷിച്ച ആ അത്താഴത്തെയാണ് അന്ത്യ അത്താഴമെന്ന് നാം വിളിക്കുന്നത്. ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? നാം എന്ത് കാര്യം ചെയ്താലും, അത് മറിഞ്ഞോ തെളിഞ്ഞോ ചെയ്താലും ദൈവം അതെപ്പോഴും കാണുന്നുണ്ട്. നമുക്കൊരിക്കലും ഒരു കാര്യവും ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മെസ്സേജുള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? എനിക്കും ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ ഈ ബൈബിൾ വാക്യം കാണാതെ പഠിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ കളിമുറ്റത്തിന്റെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് അന്നമോളെ. ഹായ് മലാക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മലാക്കേ. അതൊക്കെ പോട്ടെ, ഇന്ന് എന്ത് സംശയം ചോദിക്കാനാ അന്നമോള് ഈ കാവൽമാലാക്കയുടെ അടുത്തേക്ക് ഓടി വന്നത്? അതൊരു ചെറിയ സംശയം ചോദിക്കാനാ മലാക്കേ. ആഹാ, അതെന്താ അന്നമോളെ? വേഗം പറയാ, ഈ കാവൽമാലാക്ക കേൾക്കട്ടെ. നമുക്ക് രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയകൾ ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ അന്നമോളെ. ആരാ മലാക്കേ ഈ ബാക്ടീരിയകളെ ആദ്യം കണ്ടുപിടിച്ചത്? അത് പറയും മുമ്പ് ഈ മാലാക ഒന്ന് ചോദിക്കട്ടെ അന്നമോളോട്. എന്താണ് ബാക്ടീരിയ എന്ന് അന്നമോൾക്ക് അറിയാമോ? ഇല്ലല്ലോ മലാക്കേ. പ്രോകാരിയോടുകളായ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയകൾ. പ്രോട്ടിസ്റ്റ എന്ന ഫൈലത്തിലാണ് അവയെ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന്റണി വാൻ ലുവൻഹോക്ക് എന്ന നെതർലൻഡുകാരനായ വ്യാപാരിയാണ് ആദ്യമായി ബാക്ടീരിയയെ കണ്ടെത്തിയത്. വസ്ത്ര വ്യാപാരിയായിരുന്നെങ്കിലും അദ്ദേഹം സൂക്ഷ്മദർശിനികൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അന്നമോളെ. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആന്റണി വാൻ ലുവൻഹോക്ക് ഒരു ബാക്ടീരിയയെ കണ്ടെത്തിയത്. 1676 കേട്ടോ അന്നമോളെ അത്. ആട്ടെ, ബാക്ടീരിയയുടെ വലിപ്പം എത്രയാണെന്ന് അന്നമോൾക്ക് അറിയണ്ടേ? വേണം മാലാക്കേ. 0.5 മൈക്രോൺ മുതൽ 15 മൈക്രോൺ വരെയാണ് ഒരു ബാക്ടീരിയയുടെ വലുപ്പം. മൈക്രോൺ അഥവാ മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ മില്ലിമീറ്ററിന്റെ 1000ൽ 1 ഭാഗമാ അന്നമോളെ. ഇനി ബാക്ടീരിയകൾ തന്നെ പല ആകൃതിയിലുണ്ട്. അതേതൊക്കെയാ മലാക്കേ? ഉരുണ്ട ആകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് കോക്കസ്. ഒരു ദണ്ടിന്റെ അല്ലെങ്കിൽ വടിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ബാസിലസ്. വക്രാകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞ് ഉള്ള ബാക്ടീരിയയാണ് സ്പൈറൽ. എന്തോരം തരത്തിലുള്ള ബാക്ടീരിയകളുള്ളത്? അതേ അന്നമോളെ. എങ്കിൽ എൻ്റെ അന്നമോൾ വേഗം വീട്ടിലോട്ട് പോയിക്കോട്ടോ, അല്ലെങ്കിൽ ചിലപ്പം മമ്മി വിളിക്കും. ശരി മാലാക്കേ. ബൈ അന്നമോളെ. ബൈ മാലാക്കേ. കൂട്ടുകാരെ, കുസൃതിക്കുടുക്കിയായ അന്നമോളുടെ സംശയം കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു ഗെയിം കളിക്കാൻ പോയാലോ? ക്രിസ്റ്റീനയ്ക്ക് ഇഷ്ടമല്ലേ ഗെയിം കളിക്കാൻ? ആ, എനിക്ക് ഒത്തിരി ഇഷ്ടാ. എങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ പോയാലോ? ഓക്കെ.
കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അങ്ങനെ അകന്നു പോയാൽ നമ്മുടെ ജീവിതം ഒരിക്കലും സക്സസ്ഫുൾ ആയി ഉയർന്നു വരില്ല. അങ്ങനെയുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ഈ കപ്പാണ് നമ്മുടെ ജീവിതം, ഇതിലുള്ള ഈ ബോൾ ആണ് ഈശോ. എങ്കിൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ ഡെമിലിയ? ഓക്കെ. ഈ ബോളും കപ്പും നമ്മുടെ തലയിൽ നിന്ന് പോകാതെ നമുക്ക് പില്ലർ ഉണ്ടാക്കിയെടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഗെയിം വീട്ടിൽ കളിച്ചു നോക്കണേ. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി എന്ന പുണ്യവാന്റെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മറാനത്ത മീഡിയ സെന്റർ ആണ്. 1795 ഏപ്രിൽ 21 പീറ്റർ പള്ളോട്ടി, മേരി ദി റോസി എന്നീ ദമ്പതികളുടെ മകനായി വിൻസെന്റ് അലോഷ്യസ് ഫ്രാൻസിസ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. ദിവ്യബലിയിൽ സംബന്ധിക്കുക അവന് ആഹ്ലാദകരമായ കാര്യമായിരുന്നു. നൈസർഗികമായ ഒരു പുഞ്ചിരി ആ മുഖത്ത് എപ്പോഴും നിഴലിച്ചിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിലെ മാതൃസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: പ്രിയപ്പെട്ട അമ്മേ, എന്നെ ഒരു നല്ല കുഞ്ഞാക്കണേ. ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന വിൻസെന്റിനോട് അവന്റെ അമ്മ പറഞ്ഞു: കുഞ്ഞെ, നീ പരിശുദ്ധാത്മാവിന് ഒരു നൊവേന കഴിക്കുക. നിന്റെ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കും, പഠനത്തിൽ വിജയിക്കും. അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൻ അങ്ങനെ ചെയ്തു. അത്ഭുതം! അവന്റെ ബുദ്ധിയുടെ മാന്യമെല്ലാം മാറി. അവൻ പടിപടിയായി ഉയർന്ന് ക്ലാസ്സിൽ ഒന്നാമനായി. പിന്നീട് ഒരിക്കലും അവന്റെ ബുദ്ധി കുറവിനെയോർത്ത് അവൻ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. 16-ാം വയസ്സിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. ഇനി ഒരു സന്യാസ ജീവിതം ആശ്ലേഷിക്കണം എന്നതായിരുന്നു വിൻസെന്റിന്റെ ആഗ്രഹം. അങ്ങനെ വിൻസെന്റ് ഒരു സെമിനാരി വിദ്യാർത്ഥിയായി. റോമൻ കോളേജിൽ ചേർന്ന് പ്രഭാഷണകലയും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠനം ആരംഭിച്ചു. കാനൻ നിയമം, സഭാചരിത്രം, വിവിധ പൗരസ്ത്യ ഭാഷകൾ, സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ അവൻ പ്രാവീണ്യം നേടി. 1818 മെയ് 16 വിൻസെന്റ് വൈദിക പട്ടം സ്വീകരിച്ചു. റോമിലെ ഏറ്റവും നല്ല ഇടവകയായ സാൻ മാർക്കോയുടെ വികാരിയായി 1835 അദ്ദേഹം നിയമിതനായി. തന്റെ ഇടവകയിലെ ചിലരുടെ എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം പലതരത്തിലുള്ള പ്രേഷിത പ്രവർത്തനങ്ങൾ ഇടവകയിൽ നടത്തിപ്പോന്നു. മരിയഭക്തനായ വിൻസെന്റിന്റെ പ്രധാനപ്പെട്ട പ്രേഷിത പ്രവർത്തനങ്ങളിൽ ചിലതായിരുന്നു ജയിലിലെ പ്രേഷിതത്വവും കോളറ രോഗത്തിനെതിരെ ജപമാല പ്രദക്ഷിണവും. ശക്തമായ പനി ബാധിച്ച് 1850 ജനുവരി 22-ാം തീയതി രാത്രി 9:45 വിൻസെന്റ് പരലോക പ്രാപ്തനായത്. 1852 തന്നെ നാമകരണ പദ്ധതികൾ ആരംഭിച്ചു. 1963 ജനുവരി 20-ാം തീയതി യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. റോമിന്റെ അപ്പസ്തോലൻ, അഖില ലോക പ്രേഷിത വര്യൻ, കുടുംബത്തിലെ മാലാക, നിത്യനഗരിയിലെ അപ്പസ്തോലൻ, കത്തോലിക്ക പ്രേഷിതത്വത്തിന്റെ മുന്നോടി എന്നീ പേരുകളിലെല്ലാം വിശുദ്ധ വിൻസെന്റ് അറിയപ്പെട്ടു. കൊച്ചുകൂട്ടുകാരെ, വിശുദ്ധ വിൻസെന്റ് പുണ്യവാന്റെ ജീവചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ?
ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ഓ, അതിനെന്താ, ചോദിച്ചോളൂ. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ദേശം ഏതാണ്? അങ്ങനെ ഒരു ദേശമുണ്ടോ? അങ്ങനെയൊക്കെ ദേശമുണ്ട്. എനിക്കൊരു ക്ലൂ തരാവോ? ക്ലൂ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, അത്രേ ഉള്ളൂ. ഉപദേശമാണോ? കറക്റ്റ് ആൻസർ. ഡെമിലേക്ക് ഇഷ്ടമാണോ ആരെങ്കിലും ഉപദേശിക്കുന്നത്? എനിക്കിഷ്ടമല്ല. എനിക്കും ഇഷ്ടമില്ല എന്നെ ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ആരെങ്കിലും നിങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്? നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ നല്ല കുട്ടിയാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഏറ്റവും പഴയ കഥ ഏതാണ്? പഴയ കഥയോ? ക്ലൂ തരാമോ? അതിലൊരു ബനാന ഒളിച്ചിരിക്കുന്നുണ്ട്. പഴങ്കഥയാണോ? ശരി ഉത്തരം. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഞാനിവിടെ പറയാൻ പോകുന്ന കവിതയുടെ പേരാണ് സുന്ദരി പശുവും ആൺകുട്ടിയും. പണ്ട് ഗ്രാമത്തിൽ അപ്പൊന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ല് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേയുന്ന ഇടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവൾ ചങ്ങാതിമാരായി. ഓരോ ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? എന്ത് ഭംഗിയാന്നറിയോ കാട് കാണാൻ. ധാരാളം മരങ്ങളും നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും ഉണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ്, എന്ത് ഭംഗിയാ കാട് കാണാൻ. എത്ര പൂക്കളാ, എത്ര പഴങ്ങളാ, ഭംഗിയുള്ള പല്ലും. സുന്ദരിയോട് കളിച്ചു രസിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടത്, ഗാർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി, എന്താണ് ആ ശബ്ദം? ഉലാൻ പേടിച്ച് ഓടുന്നുണ്ടല്ലോ. മാൻകുട്ടി ഓടാൻ തുടങ്ങി. ആട്ടത്തിൻ്റെ ഇടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി, നീയും ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരിയും പേടിച്ചോടാൻ തുടങ്ങി. ആട്ടത്തിൻ്റെ ഇടയിൽ സുന്ദരി ചോദിച്ചു, മാൻകുട്ടി, നീ കാടിന്റെ ഭംഗിയെക്കുറിച്ച് മാത്രം പറഞ്ഞോളൂ. നീ കാടിന്റെ അവിടെ കുറിച്ച് ഒന്നും നീ പറഞ്ഞില്ലല്ലോ. അതെന്തി? എനിക്കിപ്പോ മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടും. പാവം അപ്പു സുന്ദരിയും കത്ത് പണങ്ങൾ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരനൊന്നും അപ്പം സന്തോഷമായി. ഇനി ഒരിക്കലും സുന്ദരി കള്ളിലേക്ക് പോയതേയില്ല. കൂട്ടുകാരെ, ഈ കഥയിൽ എന്താ മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം. ഈ ആഴ്ച കളിമുറ്റത്തിൽ ആരുടെ പടമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാകുക? നമുക്കൊന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിലും കളിമുറ്റത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutthamgtv24@gmail.com. ഫോൺ 8606460033.
ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിലും നല്ല എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.